തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM കാലുവാരിയെന്ന ആരോപണവുമായി RJD നേതാക്കൾ. RJDയെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന് RJD കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അരങ്ങിൽ ഉമേഷ് പറഞ്ഞു. ചതിച്ചു തോൽപ്പിക്കുന്നത് രാഷ്ട്രീയത്തിന് യോജിച്ചതല്ലെന്നും അരങ്ങിൽ ഉമേഷ് പറയുന്നു. പ്രതികരണത്തിലേക്ക്. ഇലക്ഷനിൽ വൻ പരാജയം അടിയൊഴുക്ക് നടന്നിട്ടുണ്ട് എന്നാണ് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ പല സ്ഥലത്തും CPM തന്ന ലിസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ LDF തന്ന ലിസ്റ്റ് പ്രകാരം ഒരു ബൂത്തിൽ നടക്കാവ് ബൂത്തിൽ 1-ാം ബൂത്തിൽ 128 വോട്ട് കിട്ടുമെന്ന് പറയുന്ന അവിടുത്തെ മണ്ഡലം സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് പോലും വോട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ഇത്. കടലുണ്ടിയിൽ ബോർഡിലേക്കുള്ള വോട്ട് 161 വോട്ട് BJP കിട്ടിയിട്ടുണ്ട്. അവിടെ പഞ്ചായത്ത് മെമ്പറിലെ വോട്ട് ഇത് വന്ന സമയത്ത് BJPക്ക് അവിടെ കിട്ടിയത് 65 വോട്ട്, 71 വോട്ട് മറിച്ച് കോൺഗ്രസ്സിന് കൊടുത്തു. ആ 71 വോട്ടിനാണ് RJD തോക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലായാലും പല സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ടോ വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ വോട്ടുകൾ വന്നില്ല. അതാണ് ആദ്യം പറയാനുള്ളത്. ഇവിടെ നിന്നിട്ട് ഇങ്ങനത്തെ പരാജയങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നുന്നതാണ്. പക്ഷേ LDF തന്നെ ഉറച്ചു നിൽക്കും ഞങ്ങൾ. അത് LDF മറ്റോട് ചർച്ച ഇതുവരെ എവിടെയും നടന്നിട്ടില്ല. LDF തന്നെ നിൽക്കും. പക്ഷേ അത് എങ്ങനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാമെന്നാണ് പാർട്ടിയുടെ നേതാക്കന്മാർ ആലോചിച്ച് ചെയ്യേണ്ടത്. കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നിവിടങ്ങളിലെല്ലാം RJDയെ തോൽപ്പിച്ചതാണെന്ന് സംസ്ഥാന സെക്രട്ടറി കിഷൻ ചന്ദൻ വ്യക്തമാക്കി. മലപ്പുറം, വയനാട് എല്ലാ സ്ഥലങ്ങളിലും CPM വോട്ടുകൾ പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ട് കാണുന്നുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും പരാതികളുണ്ട്. ആ പരാതികളൊക്കെ പിന്നെ 2-ാം തീയതി കൂടുന്ന സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും. എന്നാൽ LDF വിടാനില്ല എന്ന് RJD ജനറൽ സെക്രട്ടറി സലീം മടവൂരും പറഞ്ഞു. പരാതിയിൽ നടപടി പ്രതീക്ഷിക്കുന്നതായും സലീം മടവൂർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരിക്കും. ഓരോ തെരഞ്ഞെടുപ്പിലും മാറാനുള്ള സംവിധാനമൊന്നുമല്ല ഈ മുന്നണി എന്നുള്ളത്. നേരത്തെ ചില സാഹചര്യങ്ങൾ അന്നത്തെ ശരിയായിരുന്നു, അന്ന് പാർട്ടി ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ യാതൊരു സാഹചര്യമില്ല. മാന്യമായ പരിഗണന തന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് മുന്നണി വിലയിരുത്തും. ഒരു പാർട്ടി മത്സരിച്ച 5 കോർപ്പറേഷൻ സീറ്റുകളും 4 ജില്ലാ പഞ്ചായത്തും ഒക്കെ ഒരു പാർട്ടി തോറ്റുപോയാൽ അത് LDF പരിശോധിക്കല്ലോ എന്തുകൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനത്തെ സംവിധാനം ഇടതുപക്ഷം. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. പ്രസാദ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഹിമാലയൻ തോൽവിയിൽ RJD ഇപ്പോൾ ഒരു കാലുവാരൽ ആരോപണമാണോ ഉന്നയിക്കുന്നത്? മുന്നണിയിൽ ഈ വിഷയം എങ്ങനെയാണ് ചർച്ചയാകുന്നത്? നേതാക്കളുടെ പ്രതികരണത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? കാരണം ഇനിയിപ്പോൾ ഈ 2-3 മാസം കഴിയുമ്പോഴത്തേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. എല്ലാ മുന്നണികളും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതിനിടയ്ക്ക് ഈ ഘടകകക്ഷികളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം പ്രതികരണങ്ങൾ അത് ഏത് തരത്തിൽ മുന്നണിയിലെ കെട്ടുറപ്പിനെ ബാധിക്കും? എങ്ങനെയാണ് നിലവിലെ ചർച്ചകൾ പോകുന്നത് പ്രസാദ്? ഗുഡ് മോർണിംഗ് സുധലക്ഷ്മി. RJD കുറച്ച് നാളുകളായി തന്നെ വലിയ അതൃപ്തിയിലാണ്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് RJD LDFിലേക്ക് വന്നു 2019 കൂടിയാണ് അവർ തിരിച്ച് വീണ്ടും LDFിലേക്ക് വരുന്നത്. അന്ന് മുതൽ കാര്യമായ പരിഗണന CPMന്റെ ഭാഗത്ത് നിന്ന് പിന്നീട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ കൽപ്പറ്റയിൽ മത്സരിച്ചപ്പോൾ ശ്രേയാംസ് കുമാർ പരാജയപ്പെട്ടു. പിന്നീട് ഈ LDF അധികാരത്തിൽ വന്ന സമയത്ത് അവർക്ക് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള ബോർഡ് മെമ്പർ സ്ഥാനങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും കാര്യമായ രീതിയിൽ കൊടുക്കുന്നില്ല, പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല. അങ്ങനെ തുടങ്ങിയ അതൃപ്തി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDFന് ഒന്നാകെ തന്നെ പരാജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ RJD കാണുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു പരാജയത്തിൽ ഭാഗമായിട്ടല്ല RJD സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിൽ തോറ്റത് എന്നുള്ളതാണ് RJDയുടെ ഒരു പൊതുവിലയിരുത്തൽ. അതിന്റെ കാരണമായി അവർ കൃത്യമായി ഉദാഹരണ സഹിതം പറയുന്നത് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ 5 സ്ഥലങ്ങളിലാണ് അവർ മത്സരിച്ചിരുന്നത്. അതിൽ 2 ഉറപ്പായും വിജയിക്കാൻ കഴിയുന്ന സീറ്റുകളായിരുന്നു. നടക്കാവ് വാർഡിൽ അവിടെ CPMന്റെ വോട്ടുകൾ കൃത്യമായി കിട്ടിയിട്ടില്ല എന്നുള്ളത് CPMുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ LDFുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് 4 സ്ഥലങ്ങളിലാണ് മത്സരിച്ചത് കോഴിക്കോട് ജില്ലയിൽ. അവിടങ്ങളിലെല്ലാം തന്നെ പരാജയപ്പെട്ടു. അപ്പോൾ പൊതുവായിട്ട് ഇതിപ്പോൾ വലിയ തോതിൽ ചർച്ചയിലേക്ക് വരാത്തത് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാത്തത് LDFിന്റെ ഭാഗമായി തന്നെ LDFിന് വലിയൊരു പരാജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ RJDയെ തെരഞ്ഞു പിടിച്ച് CPM പ്രവർത്തകർ അല്ലെങ്കിൽ CPM ഒന്നാകെ തോൽപ്പിച്ചു എന്നുള്ളതല്ല അവരുടെ ആരോപണം. CPMലെ ഒരു വിഭാഗം അവരെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിച്ചു എന്നുള്ള ഒരു പരാതിയാണ് ഉയരുന്നത്. ഇതിപ്പോൾ നമ്മളോട് സംസാരിച്ച
തീരുമാനിച്ചത് കോഴിക്കോട് RJDയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അരങ്ങിൽ ഉമേഷ്, അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാവായിട്ടുള്ള കിഷൻ ചന്ദ്, പിന്നെ മറ്റൊന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സലീം മടവൂരാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ പറയുന്നത് ഇത് വലിയ തോതിൽ അതൃപ്തി ഉണ്ടാകുന്നുണ്ട്, പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മനഃപൂർവ്വം തോൽപ്പിക്കുകയാണെങ്കിൽ പിന്നീട് എന്തിനാണ് ഇതിന്റെ ഭാഗമായി നിൽക്കുന്നത് എന്നുള്ളത് പാർട്ടി പ്രവർത്തകർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവരിപ്പോഴും പറയുന്നത് ഞങ്ങൾ അങ്ങനെ പാർട്ടി മാറാനോ അല്ലെങ്കിൽ മുന്നണി മാറാനോ ഒന്നും തന്നെ ഉദ്ദേശിക്കുന്നില്ല, LDFന്റെ ഭാഗമായി തന്നെ തുടരും. പക്ഷേ ഇങ്ങനെ മനഃപൂർവ്വം കാലുവാരിയവർക്കെതിരെ കർശനമായ നടപടി LDF എടുക്കണം. ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, LDF സംസ്ഥാന കൺവീനർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ തലത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ച് അതാത് മേഖലകളിൽ മനഃപൂർവ്വം തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് RJD പറയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ അവർ മുന്നണി വിടുക എന്നുള്ള ചിന്തയിലേക്കൊന്നും തന്നെ നിലവിൽ പോയിട്ടില്ല. പക്ഷെ പ്രശ്നങ്ങളുണ്ട്, അത് തുറന്നു പറഞ്ഞു തുടങ്ങുകയാണ് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ആ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ 2-ാം തീയതി അവരുടെ സംസ്ഥാന കമ്മിറ്റി ചേരാനിരിക്കുകയാണ്. അതിനകത്ത് രൂക്ഷമായ പ്രതികരണങ്ങളും കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകണമെന്നും ഒരു വിഭാഗം സ്വാഭാവികമായും ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും RJD കടുത്ത അതൃപ്തിയിലാണ്. ഓക്കെ പ്രസാദ്, ശരി. ഇപ്പം ഈ പ്രസാദ് ഉടുമ്പശ്ശേരി പറഞ്ഞതുപോലെ തന്നെ അതൃപ്തികൾ രൂക്ഷമാകുന്നുണ്ട്. കാലുവാരൽ ആരോപണത്തിലേക്ക് RJD എത്തുന്നു. പിന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്ന ഘട്ടത്തിൽ ഈ ആവശ്യങ്ങൾക്കൊക്കെ, ഈ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയായിരിക്കും പാർട്ടിയിലും മുന്നണിയിലും ഒക്കെ ചർച്ചയാവുക എന്ന കാര്യം കൂടി നമ്മളിനി കാത്തിരുന്നറിയണം.